പേര് സൗരവ് എന്നാണ്. ഞാൻ ILT സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ആദ്യം ഞാൻ ബാനർ എങ്ങനെ ക്യാൻവയിൽ ക്വിക്കായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു, യൂട്യൂബിൽ എങ്ങനെ ചാനൽ ആർട്ട് മാറ്റാൻ പറ്റുന്നു കാണിച്ചു തരാൻ പറ്റും. ഞാൻ വീഡിയോ എഡിറ്റിങ്ങിലേക്ക് ഫിലിമോറ 10 വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും വീഡിയോയിലൂടെയാണ് മാർക്കറ്റിംഗ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മുമ്പ് പോസ്റ്റേഴ്സ് ആയിരുന്നു, അതിനു മുമ്പ് ടെക്സ്റ്റ് ആയിരുന്നു. കൂടുതലും വീഡിയോസ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. ഓക്കെ, വീഡിയോ മാർക്കറ്റ് ആൾക്കാർ ഉപയോഗിക്കുന്ന കണ്ടന്റ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വ്ളോഗ്സ് ആണ്. യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലൊക്കെ നമുക്ക് കാണാം വ്ളോഗ്സ്. അതുപോലെ തന്നെ ഇന്റർവ്യൂസ്, ട്യൂട്ടോറിയൽസ്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന പോലത്തെ ട്യൂട്ടോറിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പ്രസന്റേഷൻസ്. നേരത്തെ സ്ലൈഡ് ഷോ ആയിരുന്നു പ്രസന്റേഷൻസ്. ഇപ്പോൾ വീഡിയോസ് രൂപത്തിൽ നമുക്ക് പ്രസന്റേഷൻസ് ഒക്കെ ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്യാം. പിന്നെ പ്രൊഡക്റ്റ് ഡെമോസ് ആൻഡ് റിവ്യൂസ്. കൂടുതലും പ്രൊഡക്ട്സ് ഒക്കെ, ഫോണൊക്കെ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽസ്, ലൈവ് സ്ട്രീംസ്, വീഡിയോ ആഡ്സ്. നമ്മുടെ ചാനലിൽ തന്നെ കുറെ സ്റ്റുഡൻസിന്റെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ മീഡിയത്തിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ. വീഡിയോ മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് എസെൻഷ്യൽ എന്ന് പറയാം. ബിസിനസ് ആദ്യം നമ്മളുടെ വെബ്സൈറ്റ് ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. നല്ല വീഡിയോസ് ആണെങ്കിൽ ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് നോക്കും. പിന്നെ കസ്റ്റമർ എൻഗേജ്മെന്റ്. നല്ല വീഡിയോ, ക്രിയേറ്റീവ് ടൈപ്പുള്ള വീഡിയോസ് ആണെങ്കിൽ ആൾക്കാർ നമുക്ക് അതിൽ കമന്റും ഷെയർ ഒക്കെ അപ്പൊ തന്നെ വീഡിയോസിൽ ചെയ്യും. അതാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല വീഡിയോസ് ആണെങ്കിൽ അതിന്റെ കൊള്ളാലോ എന്ന് വിചാരിച്ച ആൾക്കാർ അത് മേടിക്കാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ നമുക്ക് തോന്നും. അതാണ് വീഡിയോസിന്റെ പ്രത്യേകത. പിന്നെ കസ്റ്റമേഴ്സ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോസ് ആണ്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാമിലെ കൂടെ ആൾക്കാർ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ബ്രാൻഡിനോടുള്ള ട്രസ്റ്റും വീഡിയോസിലൂടെ കൂട്ടാൻ പറ്റും. ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഇപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വിമിയോ നമ്മൾ LMS ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിമിയോ ആണ്. അതുപോലെ തന്നെ ട്വിച്ച്, അത് അത്ര പോപ്പുലർ അല്ല, പക്ഷേ ലൈവ് സ്ട്രീമിനൊക്കെ കൂടുതൽ ട്വിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ വീഡിയോസിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം. യൂട്യൂബിൽ മോണിറ്റൈസേഷന്റെ ടേംസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. അപ്പൊ മോണിറ്റൈസേഷൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. ഇപ്പോൾ യൂട്യൂബില് 10K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഹവേഴ്സ്, അതായത് നമ്മളുടെ ചാനലിലെ വീഡിയോസ് 4000 മണിക്കൂറോളം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാം. പിന്നെ ഫേസ്ബുക്കിൽ പറയുന്ന പോലെ 10,000 ഫോളോവേഴ്സും 30,000 വാച്ച് ഹവേഴ്സും ആകുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ഫേസ്ബുക്ക് നമുക്ക് പേ ഔട്ട് തരും. ഇൻസ്റ്റഗ്രാം റീൽസ്, നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ ആൾക്കാർ റീൽസ് ചെയ്യുന്നുണ്ട്. ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയത് ഇൻസ്റ്റഗ്രാം റീൽസ് ആണ്. 60 സെക്കൻഡ് വരെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും റീൽസ്. റീൽസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. റീൽസ് നമ്മൾ ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റഗ്രാമിലായതുകൊണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റഗ്രാം ആണ്. ഇതിൽ നമുക്ക് റീൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തന്നെ രണ്ട് റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ റിയൽമി സ്മാർട്ട് ഫോൺ
ഇതിൽ നമുക്ക് എങ്ങനെ പുതിയ റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. മിഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, റീൽസിന്റെ ഐക്കണാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റില് ക്യാമറ ബട്ടൺ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ബോട്ടം ലെഫ്റ്റില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യാം. ഇവിടെ തന്നെ കണ്ടോ 10 സെക്കൻഡ്, ഇതിപ്പോ 21 സെക്കൻഡ് വീഡിയോ ഞാൻ ഫുള്ള് സെലക്ട് ചെയ്യണം. എന്നിട്ട് പ്രിവ്യൂ, ഇതിൽ നമുക്ക് സൗണ്ട് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ക്യാമറ സൗണ്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ക്യാമറ സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ട്രാക്ക് ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഈ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറെ മ്യൂസിക് ലൈബ്രറി ആണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ, സെലക്ട് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലുള്ള തന്നെ സൗണ്ട് ഉപയോഗിക്കാം. ഇപ്പൊ വീഡിയോയിലുള്ള സൗണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ട്യൂട്ടോറിയൽ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് കളർ മാറ്റാം. എന്നിട്ട് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. അല്ലേ, ട്യൂട്ടോറിയൽ ചെറിയ ആനിമേഷൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വലുതാക്കണേ വലുതാക്കാം, പിൻ ചെയ്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. പിന്നെ ഇതിൽ കവർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കവർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കവറും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷെയർ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീൽസ് അപ്ലോഡ് ആവും. ചെയ്യാനുള്ള അതാണ് ഇൻസ്റ്റഗ്രാം റീൽസിൽ. പിന്നെ നമുക്ക് ഷോർട്സ്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം റീൽസ് പോലെ തന്നെ യൂട്യൂബിൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാം. അത് മാക്സിമം 60 സെക്കൻഡ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഈ ഷോർട്സ് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ പുതിയതാ, എല്ലാരും കേട്ടിട്ടുണ്ടത്? ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസിന് അതിന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂട്യൂബ് കൊണ്ടുവന്നതാണ് യൂട്യൂബ് ഷോർട്സ്. യൂട്യൂബിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ സ്റ്റാറ്റസ് പോലെ വരുന്നതാണോ റീൽസ് ഷോർട്സ്? അതെ, അതാണ് ഷോർട്സ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഉണ്ട്, അതേപോലെ ഫേസ്ബുക്കിലും റീൽ ഉണ്ട്. അതിനുവേണ്ടി കൊണ്ടുവന്ന 60 സെക്കൻഡ് നമുക്ക് ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യാം, ഫോണിലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നടുക്കായിട്ട് പ്ലസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ഷോർട്ട്. അതിൽ തന്നെ നമുക്ക് അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ഫിൽറ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. നടുക്കാണ് സെക്കൻഡ്സ് 15, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. എന്നിട്ട് ഈ ചെക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യും. 50,000 ഫോളോവേഴ്സ് എത്തും.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നെക്സ്റ്റ് ടൈറ്റിൽ യൂട്യൂബ് പോലെ ടൈറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ട്യൂട്ടോറിയലിൽ എൻ്റർ ചെയ്തു. എന്നിട്ട് പ്രൈവറ്റ് മാറ്റിയിട്ട് പബ്ലിക് ആക്കണം. എന്നാലേ ആൾക്കാർക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഓഡിയൻസ് സെലക്ട് ചെയ്യാം. നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ്. എന്നിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ടോപ്പ് റൈറ്റിലായിട്ട് അപ്ലോഡ് എന്ന ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആവും. ഷോർട്സ് എന്ന രീതിയിൽ യൂട്യൂബ് വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ വീഡിയോസ്, അതായത് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത പോലത്തെ വെർട്ടിക്കൽ വീഡിയോ ആണ് ഇതിനെ പറയുന്നത്. അതായത് ഫോൺ നേരെ വെക്കുമ്പോൾ കാണുന്ന പോലത്തെ വീഡിയോസ്. ഇവിടെ ആ വീഡിയോന്റെ സൈഡിൽ നമ്മൾ ഷോർട്സ് എന്ന് പറഞ്ഞ ഒരു ലേബിളും കാണിച്ചിട്ടുണ്ട് യൂട്യൂബിൽ. പിന്നെ നമുക്ക് നോക്കിയാല് യൂട്യൂബിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ഫസ്റ്റ് വീഡിയോ എന്നാണ് അപ്ലോഡ് ആയത്. അതായത് 23 ഏപ്രിൽ 2005 ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിന്റെ ലിങ്കാണ് ഇത്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ കാണുമ്പോൾ 15 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കാണും. സെക്കൻഡ് വീഡിയോ. Alright, so here we are, one of the elephants. Cool thing about these guys is that they have really, really, really long trunks, and that's 170. 176 മില്യൺ വ്യൂസ് ആണ്. ഓഗസ്റ്റ് 2007 ആഡ് യൂട്യൂബിൽ കാണുന്ന സ്കിപ്പ് ആഡ്സ് ഒക്കെ ഇപ്പോൾ നിലവില് യൂട്യൂബ് വന്നതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് വീഡിയോ ആഡ് യൂട്യൂബിൽ വരാൻ തുടങ്ങിയത്. ഇപ്പൊ നിലവില് 1.9 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ആണ് ഒരു മാസം യൂട്യൂബ്. അതായത് 200 കോടി യൂസർ ഉണ്ടെന്നാ പറയണേ. 200 കോടി യൂസറാ. ബിഗ് നമ്പർ. 35% വേൾഡ് പോപ്പുലേഷൻ യൂട്യൂബിലാണ്. യൂട്യൂബാണ് ഇപ്പൊ സെക്കൻഡ് മോസ്റ്റ് വിസിറ്റഡ് സൈറ്റ് ആഫ്റ്റർ ഗൂഗിൾ. ഗൂഗിൾ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം യൂട്യൂബിലായിരിക്കും എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത്. കാർ ആണെങ്കിലും ഇത് ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിക്കാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ യൂട്യൂബിലെ വീഡിയോ സെർച്ച് ചെയ്യുള്ളൂ. എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ, ആൾക്കാരുടെ റിവ്യൂ ഒക്കെ അറിയാൻ വേണ്ടി. മൊബൈലിൽ കൂടെയാണ് 70% വീഡിയോസും വ്യൂ ചെയ്യുന്നത്. ഇപ്പൊ എപ്പോഴും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ തംബ്നെയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈസും ഫോണിന്റെ ഒക്കെ മൊബൈലിൽ വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം തംബ്നെയിൽ അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യണം. ക്യാൻവയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് മോസ്റ്റ് സബ്സ്ക്രൈബ് ചാനലും ഇന്ത്യൻ ചാനലാണ് ടി സീരീസ്. 116 മില്യൺ. അതായത് മോസ്റ്റ് വ്യൂഡ് വീഡിയോ എന്ന് പറയുന്നത് 8.5 ബില്യൺ. അതായത് 850 കോടി വ്യൂസ് ആണ് കിട്ടിയിരിക്കണേ. ബേബി ഷാർക്ക്, ബേബി ഒരു കുട്ടികളുടെ പാട്ടാണ്. 850 കോടി വ്യൂസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ജസ്റ്റ് ഇമാജിൻ. 850 കോടി വ്യൂസ് ആണ്. നമ്മളോട് ഓരോരുത്തർ 1000 വ്യൂസ് കിട്ടാൻ നോക്കണത് 850 കോടിയാണ്. വേൾഡില് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ളത് ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ ചാനലിനാണത്. ഓക്കെ. അതേപോലെ സൗത്ത് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ളത് ഒരു വില്ലേജ് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി ഒക്കെ വന്നപ്പോ അവരുടെ ചാനലിലൊക്കെ പോയി അവർ ചെയ്തായിരുന്നു. അതാണ്, അവർക്ക് 1 കോടി സബ്സ്ക്രൈബർ ഉണ്ട്. ഓക്കെ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യണ എന്തൊക്കെയാണെന്നാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. 51% ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ എങ്ങനെ ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ ജെൻഡർ വൈസ് ക്ലാസിഫിക്കേഷൻ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത് മെയിലാണ്. 56%, 44% ഫീമെയിൽ. യൂസേഴ്സ് ഉള്ള കൺട്രി, ടോപ്പ് 3 കൺട്രീസ്. ഫസ്റ്റ് വൺ ഇന്ത്യയാണ്, 225 മില്യൺ. അതായത് 20 കോടി ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് യൂട്യൂബ് കാണുന്നത്. സെക്കൻഡ് USA, തേർഡ് ബ്രസീൽ. 80 മില്യൺ. യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൂഗിളിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്
ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുക. ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാനൽ ക്രിയേറ്റ് ആവില്ല. ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം യൂട്യൂബിൽ ചെല്ലണം. യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ youtube.com സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പ് റൈറ്റ് DP കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് എ ചാനൽ കാണാൻ പറ്റുള്ളൂ. ആ ക്രിയേറ്റ് എ ചാനൽ ക്രിയേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നെയിം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറിച്ച് സൗരവ് സർവീസാണ്. ഈ ട്യൂട്ടോറിയലിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലാണ്. അതിൻ്റെ ക്രിയേറ്റ് ചാനൽ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചാനൽ ആർട്ട്, അതായത് കവർ ഇമേജ് അല്ലെങ്കിൽ ചാനൽ ബാനർ എന്ന് പറയും. യൂട്യൂബ് ചാനൽ ആർട്ട് നമുക്ക് ക്യാൻവയിൽ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്താണ് അതായത് യൂട്യൂബിന്റെ ചാനലിന്റെ ഹെഡിങ്? ഇതാണ് നമ്മളുടെ ചാനൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനെറ്റ് ബേസ്ഡ് ട്രെയിനിങ്ങിന്റെ ചാനൽ. കവർ ഇമേജ് ഇതാണ് ചാനൽ ആർട്ട് ബാനർ എന്ന് പറയുന്നത്. ചാനൽ ആർട്ട് ബാനർ എങ്ങനെ നമ്മൾ ആദ്യം ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ആർട്ട് ബാനർ ആണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റെപ്പാണ്. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനൽ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഒരു കവർ ഇമേജ് എന്ന് പറയുന്നത്, ഹെഡർ ഇമേജ്. ഫേസ്ബുക്കിനൊക്കെ നമ്മൾ പേജ് ഉണ്ടാക്കൂലേ കവർ ഇമേജ്, അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ചാനലിൽ കവർ ഇമേജ് ഉണ്ടാക്കാം. അത് നമുക്കിപ്പോ ക്യാൻവയിൽ എങ്ങനെ ചെയ്യണമെന്നാണ് ആൾ കാണിച്ചു തരാൻ പോണത്. ക്യാൻവ എടുക്കണമെങ്കിൽ canva.com സെർച്ച് ചെയ്തിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഡാഷ്ബോർഡ്. ഇതിൽ നമുക്ക് ഫോർ യു വാട്ട് വിൽ യു ഡിസൈനിൽ ഫോർ യു കാണാൻ പറ്റും. അതിൽ നമുക്ക് വീഡിയോ ഉണ്ട്, പോസ്റ്റർ ഉണ്ട്, ലോഗോ ഉണ്ട്. ഇതെല്ലാം ടെംപ്ലേറ്റ്സ് ആണ്. ഈ സൈസിലുള്ള നമുക്ക് ബാനേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അല്ല, ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, യൂട്യൂബ് ചാനലാണ്. ഇത് സെലക്ട് ചെയ്യണം. ഇതാണ് ഓപ്പൺ ആവണത്. അത് കഴിഞ്ഞിട്ട് ഇതാണ്, ഇവിടെയാണ് നമ്മൾ ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വൈറ്റ് പെയിന്റ് നമുക്ക് ആദ്യം ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സിലാണ് നമ്മൾ ഷേപ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്. നമുക്കൊരു റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. എലമെന്റ്സിൽ ലൈൻസ് ആൻഡ് ഷേപ്സ് ലെഫ്റ്റ് സൈഡിലുണ്ട്. ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം, അതായത് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഷേപ്സ് ആണ് ഇതൊക്കെ. ഈ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് പെയിന്റ് നമ്മൾ ഓപ്പൺ ആവും. അതിൻ്റെ കളർ നമുക്ക് വയലറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ ആർട്ടാണ്, യൂട്യൂബിന്റെ കവർ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റ് നമ്മൾ 423 23/15. ഈ സൈസ് 423 എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ്. ഈ സൈസിൽ വേണം നമ്മൾ കണ്ടന്റ്സ് എല്ലാം ഇൻസേർട്ട് ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം, ഇപ്പൊ മനസ്സിലാവില്ല നമുക്ക്. ഈ ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ ഒപ്പം ഈ ബോക്സ് നമ്മൾ ചെറുതാക്കുമ്പോഴും
ഇതിന്റെ ഹൈറ്റ് കാണിക്കുന്നത്. ഹൈറ്റ് W, വിഡ്ത്ത് ആണ്. ഹൈറ്റ് ആണ് നമ്മൾ 423 സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 423 ഹൈറ്റ് നമ്മൾ 423 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കണ 792 ആണ്. അത് നമ്മൾ 1544 ആക്കണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി ലെഫ്റ്റ് സൈഡിലേക്ക്. $1543 അല്ലെങ്കിൽ 1544 സെറ്റ് ചെയ്താൽ മതി. നമുക്കൊന്ന് മിഡിലേക്ക് ആക്കാം. പൊസിഷൻ, സെന്റർ, മിഡിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിന്റെ സൈസിന്റെ ഉള്ളിലാണ് നമ്മൾ നമ്മളുടെ കണ്ടന്റ്സും ടെക്സ്റ്റും ഇമേജസ് ഒക്കെ ആഡ് ചെയ്യും. എന്നാലാണ് യൂട്യൂബിലെ ചാനൽ ആർട്ടിൽ കറക്റ്റ് ആയിട്ട് എല്ലാം ഫിറ്റ് ആവുള്ളൂ. മൊബൈലില് വ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എലമെന്റ്സിന്റെ താഴെ ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിൽ ആഡ് എ ഹെഡ് സെലക്ട് ചെയ്യണം. ടൈപ്പ് ചെയ്ത് വെൽക്കം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്താണ്. സൈസ് നമ്മൾ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിക്രീസ് ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ മൈനസും പ്ലസ് ഉണ്ട്. മൈനസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കും. ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യണം. നമുക്ക് വൈറ്റ് കളർ ടെക്സ്റ്റ് കൊടുക്കാം. ചാനൽ ഈ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. വെൽക്കം ടു കഴിഞ്ഞിട്ട് മൈ ചാനലിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ലൈൻ സ്പേസിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യണം. ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ട് ടെക്സ്റ്റ് മാത്രം നമുക്ക് കളർ മാറ്റി കൊടുക്കാം. ചാനൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ കളേഴ്സിൽ യെല്ലോ സെലക്ട് ചെയ്യണം. ഇനി നമുക്കൊരു വേറെ ഇമേജും കൂടെ ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എലമെന്റ്സിൽ എലമെന്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഷേപ്സ് ആണ് നമ്മൾ നേരത്തെ എടുത്തത്. എന്നിട്ടാണ് നമ്മൾ ഈ ബോക്സ് ഇട്ട് ഫോട്ടോ കഴിഞ്ഞ് നമ്മൾ ആദ്യം ഫ്രെയിംസ് എലമെന്റ്സിൽ ഫ്രെയിംസ് സെലക്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഫ്രെയിം സെലക്ട് ചെയ്യും. നമുക്ക് ഇതിന്റെ സൈസ് കുറച്ച്
നമുക്ക് ഇമേജ് ആഡ് ചെയ്യും. അപ്ലോഡ്സിലാണ് നമ്മൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇമേജസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്ലോഡ്സിൽ നമുക്ക് എൻ്റെ ഇമേജ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇമേജ് സെലക്ട് കഴിഞ്ഞാൽ ഇവിടെ പെയിൻ, ഈ വൈറ്റ് പെയിനിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫ്രെയിമിലേക്ക് മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഈ ഫ്രെയിമിലേക്ക് താനെ അഡ്ജസ്റ്റ് ആവും. ചാനൽ ആദ്യം നമുക്ക് മനസ്സിലാൻ വേണ്ടി നമ്മൾ ഫോട്ടോ വെക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇതിന്റെ കുറച്ചുകൂടെ ഒന്ന് ഡിസൈനിലാക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓൾട്ട് ഫ്രെയിം സെലക്ട് ചെയ്യുക, മൗസിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾട്ട് സെലക്ട് ചെയ്യുക. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടും. ഇതിന്റെ നമുക്ക് കളർ മാറ്റാം. യെല്ലോ സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിൽ നമുക്ക് ജസ്റ്റ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ എലമെന്റ്സിൽ നമ്മൾ ആദ്യം ബോക്സ് സെലക്ട് ചെയ്തിട്ട് നമ്മളതിന്റെ ഹൈറ്റ് 423 ആയിട്ട് സെറ്റ് ചെയ്തു. നമ്മൾ ഇതിന്റെ വിഡ്ത്ത് 1544 ആയിട്ട് സെറ്റ് ചെയ്തു. വേറെ ഒരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നമുക്ക് പല തരത്തിലുള്ള ടെക്സ്റ്റ് കിട്ടും. സൈസ് കുറച്ച് നമുക്കൊരു ലൈനും കൂടെ ആഡ് ചെയ്യും. എലമെന്റ്സിൽ ലൈൻസ് ആൻഡ് ഷേപ്സിൽ തന്നെ ലൈനും നമുക്ക് ഇവിടെ ലൈൻ ഉണ്ട്. ആ ലൈൻ സെലക്ട് ചെയ്താൽ ഇവിടെ റൈറ്റ് പെയിനിലെ ലൈന് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആണ്. ഇതാണ് ലൈൻ. ഇതിന്റെ കളറ് ഡീഫോൾട്ട് ബ്ലാക്ക് ആണ്. നമുക്ക് യെല്ലോ കൊടുക്കാം. ലൈനിന്റെ തിക്നെസ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ലൈൻ വെയിറ്റിൽ ടോപ്പിൽ ലൈൻ വെയിറ്റിൽ സെലക്ട് ചെയ്താൽ ഇപ്പോൾ അതിന്റെ 5 ആണ് സൈസ്. ലൈനിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലൈനിന്റെ തിക്നെസ് ആണ്. നമുക്ക് 8 കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ തിക്നെസ് കുറച്ചുകൂടെ കൂടും. പിന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അങ്ങനെ ഇത് സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് അമർത്തുക കീബോർഡിൽ. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വരും.
ഇതാണ്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, ഫോട്ടോ വന്നിട്ടുണ്ട്. ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇതിങ്ങനെ കാണാൻ തക്ക രീതിയിൽ നമുക്ക് ചാനലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം. റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഡൗൺലോഡ്, ഇതിൽ നമുക്ക് ഫയൽ ടൈപ്പ് PNG സെലക്ട് ചെയ്യാം. നമ്മളെ കമ്പ്യൂട്ടറിൽ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബിൽ ചെന്നിട്ട്, ഇതാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചാനലെങ്കിൽ കസ്റ്റമൈസ് ചാനൽ കൊടുക്കുക. കസ്റ്റമൈസ് ചാനലിൽ നമുക്ക് ബ്രാൻഡിങ്ങിൽ ബാനർ ഇമേജ് ചേഞ്ച്, നമ്മൾ നേരത്തെ സേവ് ചെയ്ത ക്യാൻവയിൽ സേവ് ചെയ്ത ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സൈസിൽ നമുക്ക് ബാനർ ഇമേജ് വരും. എന്നിട്ട് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ബാനർ ഇമേജ് അപ്ഡേറ്റ് ആവും. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് ഞാൻ ഇപ്പോൾ കൊടുക്കാനുള്ള, പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ ബാനർ ഇമേജ് മാറും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടി കാണിച്ചത്. ഇങ്ങനെയാണ് നമുക്ക് ക്യാൻവയിൽ പെട്ടെന്ന് ബാനർ ഇമേജ് മാറ്റുന്നത്. ഓക്കെ.